ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓപ്പൺ ഇൻട്രസ്റ്റ് ലെവൽ ബേസ് ചെയ്തിട്ടുള്ള ട്രേഡിങ്ങിനെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഡെയിലി വീഡിയോസ് പോസ്റ്റ് ചെയ്തിരുന്നു എങ്ങനെയാണ് ഓപ്പൺ ഇൻട്രസ്റ്റ് ലെവൽ ബേസ് ചെയ്തിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാമെന്ന്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ മറ്റു വീഡിയോസുകളും കാണാൻ ശ്രമിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ ഡെയിലി വീഡിയോസ് ഉണ്ടായിരിക്കുന്നതല്ല ഓപ്പൺ ഇൻട്രസ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ട്രേഡിങ്ങിനെ പറ്റി. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ പബ്ലിക് ടെലിഗ്രാം ചാനലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനലിൻ്റെ ലിങ്ക് നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ചാനൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ചാനൽ നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഏതൊക്കെ സ്റ്റോക്സുകളാണ് ഹയസ്റ്റ് ഓപ്പൺ സ്ട്രൈക്ക് ലെവൽസിൻ്റെ തൊട്ടടുത്ത് ക്ലോസ് ചെയ്തിരിക്കുന്നത് ആ സ്റ്റോക്സുകളുടെ ലിസ്റ്റ് ഇവിടെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഈ ലെഫ്റ്റ് സൈഡിൽ ഹയസ്റ്റ് ഓപ്പൺ കോൾ സ്ട്രൈക്ക് ലെവൽസിൻ്റെ തൊട്ടടുത്ത് ക്ലോസ് ചെയ്ത സ്റ്റോക്സുകളും റൈറ്റ് സൈഡ് ഹയസ്റ്റ് ഓപ്പൺ പുട്ട് സ്ട്രൈക്ക് ലെവൽസിൻ്റെ തൊട്ടടുത്ത് ക്ലോസ് ചെയ്ത സ്റ്റോക്സുകളാണ്. അപ്പോൾ ഈ ഹയസ്റ്റ് ഓപ്പൺ കോൾ സ്ട്രൈക്ക് ലെവൽസ് മാർക്കറ്റിൽ സ്ട്രോങ് റെസിസ്റ്റൻസും ഹയസ്റ്റ് ആയ പുട്ട് സ്ട്രൈക്ക് ലെവൽസ് മാർക്കറ്റിൽ സ്ട്രോങ് സപ്പോർട്ട് ആയിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ലിസ്റ്റിൽ നിന്ന് വേദാന്തയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വേദാന്ത ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ടായത് 500 ആയിരുന്നു. കഴിഞ്ഞ ദിവസം വേദാന്ത ക്ലോസ് ചെയ്തത് 499.95. നമുക്ക് വേദാന്തയുടെ കഴിഞ്ഞ ദിവസത്തെ ചാർട്ട് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതാണ് കഴിഞ്ഞ ദിവസത്തെ വേദാന്തയുടെ ചാർട്ട്. നമ്മൾ ഫസ്റ്റ് തന്നെ ആ ഒരു ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള ലെവൽസ് ഒന്ന് മാർക്ക് ചെയ്യാം. അത് 500 ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത് വല്ല സപ്പോർട്ട് റെസിസ്റ്റൻസോ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഏറ്റവും കൂടുതൽ ക്യാൻഡിൽസ് ടച്ച് ചെയ്യുന്ന ഏരിയയാണ് നമ്മൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കാറ്. നമുക്ക് ഈ ഒരു ഏരിയയിൽ കണ്ടോ ഒരുപാട് ക്യാൻഡിൽസ് ടച്ച് ചെയ്യുന്ന കാണാം. കണ്ടോ, നമുക്ക് ഈ ലെവൽസ് കൂടി മാർക്ക് ചെയ്യാം. ഇത് നമ്മുടെ സ്ട്രാറ്റജി അനുസരിച്ച് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഏതെങ്കിലും 5 മിനിറ്റ് ഗ്രീൻ ക്യാൻഡിൽ നമ്മൾ ലെവൽസ് ബ്രേക്ക് ചെയ്ത് മുകളിലാണ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊന്ന് ബൈയിലേക്ക് പോവാം. അതല്ല ഏതെങ്കിലും 5 മിനിറ്റ് റെഡ് ക്യാൻഡിൽ ലെവൽ ബ്രേക്ക് ചെയ്ത് താഴെയാണ് ക്ലോസ് ചെയ്യുകയെങ്കിൽ നമുക്ക് സെല്ലിലേക്ക് പോവാം. അപ്പോൾ ഈ ലെവൽസ് ഇന്ന് എങ്ങനെയാണ് വർക്ക് ചെയ്ത് നമുക്ക് നോക്കാം. നമുക്ക് കാണാൻ സാധിക്കും ഫസ്റ്റ് ക്യാൻഡിലാണ് നമ്മൾ ലെവൽ ബ്രേക്ക് ചെയ്തു മുകളിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടുന്ന് ബൈയിലേക്ക് പോകാവുന്നതാണ്. നമ്മൾ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ലെവൽസിന് തൊട്ട് താഴെയായിട്ടാണ് സ്റ്റോപ്പ് ലോസ് ആണ്. ഇത് നമ്മുടെ റിസ്ക് റിവാർഡ് എന്ന് പറയുന്നത് 1:2 ആണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ ടാർഗറ്റ് ഇവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഓപ്പൺ ഇൻട്രസ്റ്റ് ലെവൽ ബേസ് ചെയ്തിട്ട് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് എല്ലാ സ്റ്റോക്സുകളുടെയും ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ലെവൽസ് അറിയണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് nikolosnila.com പോവാം. ഇവിടെ നമുക്ക് പൊസിഷനിൽ CNP ഹയസ്റ്റ് ആയി കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ എല്ലാ സ്റ്റോക്സുകളുടെയും ഹയസ്റ്റ് കോൾ ഓപ്ഷൻ സ്ട്രൈക്ക് ലെവൽസും അതിൽ പുട്ട് ഓപ്ഷൻ സ്ട്രൈക്ക് ലെവൽസും കിട്ടുന്നതാണ്. അപ്പോൾ ഈ ലെവൽസ് ബ്രേക്ക് ഔട്ട് ചെയ്യുന്ന ബേസ് ചെയ്ത് നമുക്ക് ഈ സ്റ്റോക്സുകളിലും ട്രേഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്കാനർ ലൈഫ് ടൈം ആക്സസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് nikolosnila.com പ്രീമിയം മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് പ്രീമിയം മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. അപ്പോൾ നിങ്ങൾ പ്രീമിയം മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യുമെങ്കിൽ നിങ്ങൾക്ക് മറ്റ് സ്ട്രാറ്റജി വീഡിയോസും അതുപോലെ സ്കാനേഴ്സൊക്കെ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് ഓറോ ഫാർമയുടെ ചാർട്ടാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് ഓറോ ഫാർമയിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 1240 ആയിരുന്നു ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ആ ഒരു ചാർട്ടിൻ്റെ മൂവ്മെൻറ്റ് കാണാൻ അറിയാം. മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തു, എക്സാക്റ്റ് നമ്മുടെ ആ ഒരു ഹയസ്റ്റ് റെസിസ്റ്റൻസ് ലെവലിൽ ടച്ച് ചെയ്തു, മാർക്കറ്റ് താഴേക്കുന്നുണ്ടോ, വീണ്ടും എക്സാക്റ്റ് ലെവലിൽ ടച്ച് ചെയ്തുകൊണ്ട് താഴേക്കുന്നുണ്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ദിവസം സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അടുത്ത ദിവസവും ആ ഒരു സ്റ്റോക്സിൽ തന്നെ വാച്ച് ചെയ്താൽ മതി. നമുക്ക് നല്ല രീതിയിലൊരു മൂവ്മെൻറ്റ് കിട്ടാൻ ചാൻസ് ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ ഓറോ ഫാർമ കഴിഞ്ഞ ദിവസം നമുക്ക് ബൈയും സെല്ലും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് നല്ല വൺ സൈഡ് മൂവ് നമുക്ക് ഓറോ ഫാർമയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നലെ തന്നെ ഡിസ്കസ് ചെയ്തിരുന്നു നമുക്ക് ആ ഒരു ദിവസം ഒരു സൈഡ് വൈസ് ആ ലെവലിൽ സൈഡ് വൈസ് ആണെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ മാർക്കറ്റ് ആ ഒരു ലെവലിൽ നല്ല രീതിയിൽ ഡൗൺ സൈഡിലോ അല്ലെങ്കിൽ അപ്പ് സൈഡിലോ പോകുന്നതായിരിക്കും. അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് വാച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ഇനി ഡെയിലി വീഡിയോസ് ഉണ്ടായിരിക്കുന്നതല്ല, ഇടയ്ക്കൊക്കെ ഞാൻ വീഡിയോസ് ചെയ്യാം. ഇനി നമ്മൾ മെയിൻ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് സ്കാൽപ്പിംഗ് അതുപോലെ ഇംബാലൻസിനെ പറ്റിയുള്ള വീഡിയോസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.